നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ഓർമ്മയ്ക്ക് 23 വർഷം പിന്നിടുന്നു. പ്രേം നസീറിന്റെ ചരിത്രവും മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രവും ഒന്നുതന്നെയാണ്. സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഇന്നത്തെ താര നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം വളർച്ചയേക്കാൾ സിനിമാ വ്യവസായ മേഖലയുടെ വളർച്ച മുന്നിൽ കണ്ട മഹാനായ കലാകാരനായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും വല്ലായ്മകളിൽ പെട്ടുഴലുന്ന ഒരു പഴയ കാലം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു. ത്യാഗസന്നദ്ധതയോടെ, വിട്ടുവീഴ്ചകളിലൂടെ, കാമ്പും കഴമ്പുമുള്ള ആശയങ്ങളിലൂടെ, നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ സിനിമാ വ്യവസായത്തെ വളർത്തിയ വിരലിലെണ്ണാവുന്ന അപൂർവം ചിലരിൽ ഒന്നാമൻ എന്ന സ്ഥാനം അന്നും ഇന്നും എന്നും നിത്യഹരിത നായകനായ അദ്ദേഹത്തിന് സ്വന്തം. നിത്യഹരിത നായകൻ എന്ന പേരിന്റെ ഒരേ ഒരു അവകാശിയും ചരിത്രത്തിൽ എന്നും അദ്ദേഹം തന്നെ. മലയാള ചലച്ചിത്ര പരിഷത്തിന്റെ സ്ഥാപകനും അദ്ദേഹമായിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായി വളർന്നു വന്നതാണ് ചലച്ചിത്ര കോർപ്പറേഷൻ അടക്കമുള്ള ഇന്നത്തെ ചെറുതും വലുതുമായ ചലച്ചിത്ര പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ. അവശ കലാകാരന്മാർക്കായി ധനസമാഹരണം നടത്തുന്നതിന് അദ്ദേഹമാണ് ആദ്യമായി രംഗത്തിറങ്ങിയത്. ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചും ഒരേ നായികമാരോടൊപ്പം അഭിനയിച്ചും ലോക റെക്കോർഡ് സൃഷ്ടിക്കുകയും ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുള്ള പ്രേം നസീർ അഭ്രപാളികളിലെ ചരിത്ര പുരുഷനാണ്. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച് സിനിമകളിലൂടെ വളർന്ന പ്രേം നസീറിന്റെ സ്മരണയ്ക്കായി സിനിമാ സംഘടനകൾ എന്തെങ്കിലും ചെയ്തോ? മാറി മാറി വന്ന സർക്കാരുകൾ എന്തെങ്കിലും ചെയ്തോ? അറിയില്ല. എങ്കിലും ഒന്നറിയാം, അദ്ദേഹം മലയാള സിനിമയുടെ നവോത്ഥാന നായകനാണ്. ഒപ്പം അഭിനയ രംഗത്തെ ഇതിഹാസ നായകനാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.